വ്ളോഗിങ് ചെയ്യാൻ വേണ്ടി നല്ലൊരു മൈക്ക് അന്വേഷിച്ച് നടക്കുക ഇത്ര നാൾ. അധികം എക്സ്പെൻസീവ് അല്ലാത്ത എന്നാൽ ഈസിലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതും നല്ലൊരു എക്കോസിസ്റ്റം ഉള്ള ഒരു ഡിവൈസ് എനിക്ക് വേണമായിരുന്നു. ബിക്കോസ് ഞാൻ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യുവാണ് ഇപ്പം. സോ മോട്ടോ വ്ളോഗിങ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അധികം എക്സ്പെൻസീവ് അല്ലാത്ത എന്നാൽ ഈസിലി ഓപ്പറേറ്റ് ചെയ്ത് ഫസ്റ്റ് ടൈം എൻഡ് യൂസറിന് ഈസിലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആയിരിക്കണം എനിക്കുണ്ടായിരുന്നു. അതുപോലെ ഇവിടെ സ്റ്റുഡിയോ സെറ്റപ്പ് ഒന്നും ഇല്ല, എൻ്റെ റൂമാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നു. So please bear with it. I found this DJI Mic Mini. ഇത് പുതിയ പ്രൊഡക്റ്റ് ഒന്നല്ല, ഒരു വർഷം മുമ്പ് തൊട്ടുള്ളതാണെന്ന് തോന്നുന്നു മാർക്കറ്റിൽ. ഞാൻ ഒരുപാട് റിവ്യൂസ് നോക്കിയും റിസർച്ച് നടത്തിയും എൻ്റെ യൂസിന് എനിക്കിതായിരിക്കും ബെറ്റർ എന്ന് തോന്നി ഞാൻ ഈ ഡിവൈസ് ചൂസ് ചെയ്തതാണ്. ഇപ്പോൾ മൈക്ക് 2 അവൈലബിൾ ആണ്, പക്ഷേ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. എനിക്ക് 17,000 ആണെന്ന് തോന്നുന്നു, ഓർമ്മയില്ല കറക്റ്റായിട്ട്. ഇപ്പോൾ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അത്രയും എക്സ്പെൻസീവ് ആയിട്ട് ഡിവൈസ് മേടിച്ച് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയില്ല പേഴ്സണലി. അത് ചെയ്യുന്നവരുണ്ടായിരിക്കും ബെറ്റർ ആയിട്ട്, പക്ഷെ എൻ്റെ യൂസിന് മൈക്ക് മിനി ഇനഫ് ആണെന്ന് എനിക്ക് തോന്നി. സോ ലെറ്റ്സ് അൺബോക്സ് ദീസ് ആൻഡ് സീ വാട്ട് ദേ ഹാവ് സെൻഡ്. ഒരു പൗച്ച് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇങ്ങനെ ഒരു മേടിക്കണമെന്ന് ഓർത്തിരിക്കുമായിരുന്നു. ഓക്കെ, പാക്കിംഗ് മാത്രമല്ല കേട്ടോ, പൗച്ച് വരെ ഒരു പ്രീമിയം ഫീൽ ഉണ്ട്, നല്ല ക്വാളിറ്റി ഉള്ളതെന്ന് തോന്നുന്നു. പൗച്ചിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇത് വിൻസ്ക്രീനാണ്, ഒരു സിലിക്ക ജെല്ല്, ബാറ്ററി കേസ്. ഓക്കെ, സോ ഈ കേസിൽ നമുക്കൊരു പൗച്ച് വന്നിട്ടുണ്ട് മൈക്കൊക്കെ ക്യാരി ചെയ്യാൻ വേണ്ടി. ഓക്കെ, 4 വിൻസ്ക്രീൻസ് ഉണ്ട്. ഓക്കെ, ഒരു USB Type-C കേബിളുണ്ട്, ഒരു ഓഡിയോ കേബിളും ഉണ്ട്. ഇതിന് റിസീവറും ക്യാമറയും കണക്ട് ചെയ്യാനുള്ളതാണെന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഓക്കെ, ഇത് വളരെ നല്ല ക്വാളിറ്റി ഉള്ളൊരു കേസാണ് കേട്ടോ. ഞാൻ ഓർത്തു, ജസ്റ്റ് ഈ ഫോട്ടോയിലേക്ക് കണ്ടപ്പോൾ ഞാൻ ഓർത്തു അത്ര ക്വാളിറ്റി കാണില്ല എന്ന്, പക്ഷേ ഇത് നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ളൊരു കേസാണെന്ന് തോന്നുന്നു. ഒരു ലോഗോയും ബ്രാൻഡിങ്ങും ഒക്കെ നല്ലതാണ്. സോ ഇറ്റ് സേസ് പ്രസ് ടു അൺലോക്ക്. ഓക്കെ, ലെറ്റ്സ് പീൽ ഓഫ് ദി സ്റ്റിക്കർ. സോ നമുക്ക് 2 ട്രാൻസ്മിറ്ററാണുള്ളത്. ഒരു റിസീവറുണ്ട്, പിന്നൊരു USB-C ടൈപ്പ് അഡാപ്റ്ററുണ്ട്. ഓക്കെ, ഇതാണ് റിസീവർ. സോ ഇതിൻ്റെയൊക്കെ പർപ്പസ് അല്ലെങ്കിൽ ഇത് എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് ഒരു വീഡിയോയും കൂടി ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ. സോ അത് നമ്മുടെ റിസീവറായിരുന്നു. ഇത് ഒരു ട്രാൻസ്മിറ്റർ, 2 ട്രാൻസ്മിറ്ററാണ് വരുന്നത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആട്ടോ. കേസിൻ്റെ ബാക്കിലുണ്ടായിരുന്നു 10 ഗ്രാമേ ഉള്ളതെന്ന് ഒരെണ്ണം. അതിൻ്റെ മാഗ്നറ്റും ബാക്കിൽ തന്നെയുണ്ട്. ഇതാണ് Type-C അഡാപ്റ്റർ. ഇത് എക്സ്ട്രാ ഒരു സ്ലോട്ടഡ് ഉണ്ട് കേട്ടോ അവിടെ. ഇവിടെ കേസ് കൊള്ളാം. ഇതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ കൊണ്ട് ട്രാവൽ ചെയ്യാൻ തന്നെ ഓക്കെയാണ്. ബട്ട് സ്റ്റിൽ ഒരു പൗച്ചും കൂടെ ഉള്ളതുകൊണ്ട് ഇച്ചിരി ബെറ്ററായി. സോ ഞാനെല്ലാം ഈ കവറൊക്കെ ഒന്ന് മാറ്റിക്കോട്ടെ. ഇനി നമുക്ക് കുറച്ച് യൂസർ മാനുവൽസും എനിക്കൊന്ന് കുറച്ച് സ്റ്റിക്കേഴ്സും അവർ തന്നിട്ടുണ്ട്.
ഈ ഡി ജിയുടെ ഒരു നല്ലൊരു സ്റ്റിക്കറുണ്ട്, പ്രൊഡക്റ്റ് ഇൻഫോ, യൂസർ മാനുവൽ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ കേസിൽ കിട്ടിയിട്ടുള്ളത്. ഞാൻ ഈ ട്രാൻസ്മിറ്റർ അറേഞ്ച് ചെയ്ത് വെച്ച് ഇങ്ങനെ ഈ വീഡിയോയ്ക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് വെച്ചപ്പോഴാണ് ഇതിൻ്റെ മാഗ്നറ്റിൻ്റെ ട്രൂ പവർ അറിഞ്ഞത് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇത് ഒന്ന് സൈഡിലോട്ട് മൂവ് ചെയ്താൽ തന്നെ നല്ലതായിട്ട് അട്രാക്റ്റ് ആകുന്നൊരു മാഗ്നറ്റാണ്. സോ ഇതൊരിക്കലും എനിക്ക് തോന്നുന്നില്ല നമ്മുടെ യൂസിനും, ഈവൻ മോട്ടോ വ്ളോഗിലാണെങ്കിൽ പോലും റൈഡ് ചെയ്യുമ്പോൾ യൂസ് ചെയ്താൽ പോലും ഈ മാഗ്നറ്റ് ഒരിക്കലും പോകുമെന്ന് തോന്നുന്നില്ല. വീഡിയോയിൽ കണ്ടെങ്കിലും ആൾക്കാർ റിവ്യൂ ചെയ്യുന്ന കണ്ടെങ്കിലും എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു, ഈവൻ ഹൈ സ്പീഡിലൊക്കെ നമ്മൾ പോകുമ്പോൾ അല്ലെങ്കിൽ പോട്ട് ഹോൾസിൽ വല്ലതും കയറുമ്പം ഇത് പോകുമോ എന്ന്. പക്ഷേ ഇത് നല്ല പവർഫുള്ളാണ്. ഓക്കെ, അതെന്തായാലും നന്നായി. എനിക്ക് ഈ ഡി ജി മൈക്ക് മിനിക്ക് കോസ്റ്റ് വന്നത് അറൗണ്ട് 10,000 ആണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഈ ലുക്ക് ആൻഡ് ഫീൽ ഇപ്പോൾ ഫസ്റ്റ് ടൈം കണ്ടിട്ട് എനിക്ക് വളരെ ഇതൊരു പ്രീമിയം ഒരു പ്രോഡക്റ്റാണെന്ന് തോന്നുന്നു. നല്ല റിവ്യൂസും ഒക്കെയുള്ള നല്ലൊരു പ്രോഡക്റ്റാണ്. ഇത് പെയ്ഡ് പ്രൊമോഷനോ ഒന്നുമല്ല, ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്ന വ്ളോഗാണ്. ഡി ജി എനിക്ക് അയച്ചു തന്ന പ്രോഡക്റ്റും അല്ല, ഞാൻ തന്നെ മേടിച്ച് സ്വയമേ യൂസ് ചെയ്ത് ആയിരിക്കും ഇതിൻ്റെ റിവ്യൂ തരുന്നത്. ഇതാണ് ട്രാൻസ്മിറ്റർ. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ആ കേസിൻ്റെ ബാക്കിലുണ്ടായിരുന്നു 10 ഗ്രാമേ ഉള്ളതെന്ന്. ശരി കേട്ടോ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ബാക്കിൽ തന്നെ മാഗ്നറ്റ് ഉണ്ട്. മാഗ്നറ്റിൽ ഡി ജിയുടെ ഒരു ബ്രാൻഡിങ് ഉണ്ട്. സോ ട്രാൻസ്മിറ്ററിൽ 2 ബട്ടൺസ് ആണ് വരുന്നത്. ഒന്ന് പവർ ബട്ടൺ, പിന്നെ ഒന്ന് ലിങ്ക് ചെയ്യാൻ വേണ്ടിയുള്ള ബട്ടൺ, പെയർ ചെയ്യാൻ വേണ്ടിയുള്ളത്. സോ ഡി ജി എക്കോസിസ്റ്റം ഡിവൈസസിൽ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ പവർ ഓൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവും. സോ ഞാൻ ഒരു ഡി ജിയുടെ ആക്ഷൻ ക്യാമറ ഉടനെ വരും. സോ മെയിനായിട്ട് അതിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. പ്ലസ് ഇതുപോലെ വീഡിയോ ചെയ്യുമ്പം ഓഡിയോ നല്ലതല്ലെങ്കിൽ ആർക്കും കാണാൻ തോന്നില്ല, ഈവൻ ഞാൻ പോലും കാണാൻ. അപ്പം ഇപ്പം ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നത്, ഓഡിയോ അത്ര ബെറ്റർ ആയിരിക്കില്ല. ബട്ട് ഇനി ചെയ്യാൻ പോകുന്ന വീഡിയോസിൽ ഉറപ്പായിട്ടും ഈ മൈക്ക് മിനി യൂസ് ചെയ്തായിരിക്കും ഞാൻ ചെയ്യുന്നത്. സോ ഓഡിയോ ഒക്കെ ബെറ്റർ ആവും. സ്റ്റേ ട്യൂൺഡ്. നമുക്ക് നോക്കാം ഇത് എങ്ങനെ യൂസ് ചെയ്യേണ്ടത്. സോ ഞാനിപ്പോൾ സംസാരിക്കുന്ന ഈ ട്രാൻസ്മിറ്ററിലൂടെ അല്ല, ഞാൻ ഫോൺ കണക്ട് ചെയ്തിട്ടില്ല. നമുക്ക് കിട്ടിയ കേസിൽ റിസീവർ ഉണ്ടായിരുന്നു. സോ ഞാൻ റിസീവർ കണക്ട് ചെയ്തിട്ടില്ല. റിസീവർ ഫോണിൽ കണക്ട് ചെയ്യാം, ക്യാമറയിൽ കണക്ട് ചെയ്യാം, അതിനുള്ള കേബിളുണ്ട്. ഇനി അതല്ലെങ്കിൽ നമുക്ക് ആമസോണിലോ അല്ലെങ്കിൽ ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും. സോ ഇപ്പം ഞാൻ ഫോണിൻ്റെ ഓഡിയോ തന്നെയാണ് സംസാരിക്കുന്നത്, മൈക്ക് കണക്ട് ചെയ്തിട്ടില്ല. സോ ഇത് നമുക്ക് 2 രീതി യൂസ് ചെയ്യാം. ഒന്ന് ക്ലിപ്പ് ഓൺ ആണ്. ഇതുപോലെ ഇങ്ങനെ ഡ്രസ്സിലോ എവിടെയാണോ നിങ്ങൾക്ക് ക്ലിപ്പ് ഓൺ ചെയ്യേണ്ടത് അവിടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്ലിപ്പ് ഓൺ ചെയ്ത് വെക്കാം. ഇത് താഴെ പോകത്തില്ല, നല്ല സ്ട്രോങ് ആണ്. ക്ലിപ്പ് തന്നെ നല്ല സ്ട്രോങ് ആണ്. എൻ്റെ ഫ്രണ്ട്സ് നേരത്തെ കുറച്ച് നാൾ മുമ്പ് വണ്ടിയുടെയൊക്കെ റിവ്യൂ ചെയ്യുന്നവർ ഇതുപോലെ ട്രാൻസ്മിറ്റേഴ്സ് യൂസ് ചെയ്യുമ്പം ഇങ്ങനെ കുനിയുവോ, കാരണം വണ്ടിയുടെയൊക്കെ വീഡിയോ ഇടയ്ക്ക് അവരെന്തെങ്കിലുമൊക്കെ കാണിക്കാൻ വേണ്ടി താഴോട്ട് ഇരിക്കുകയോ അല്ലെങ്കിൽ ബെൻഡ് ആകുകയും ചെയ്യുമ്പോഴത്തേക്ക് അത് താഴെ പോകുന്ന ഒരു പേടി ഉണ്ടായിരുന്നു. അങ്ങനെ എന്തൊരു പ്രശ്നം പോയിട്ടുണ്ട്. പക്ഷെ ഇത് അങ്ങനെ എനിക്കൊരു പേടി തോന്നുന്നില്ല. നല്ല കോൺഫിഡൻസ് ആയിട്ട് നല്ല കോൺഫിഡൻസോടെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് രണ്ടാമത്തെ രീതി മാഗ്നറ്റ് വെച്ച് യൂസ് ചെയ്യാം. സോ ഈ ബ്രാൻഡിങ്ങുള്ള മാഗ്നറ്റ് നല്ല സ്ട്രോങ് ആട്ടോ. ഓക്കെ, സോ മാഗ്നറ്റ് ഡ്രസ്സിനകത്ത് വെച്ച് എന്നിട്ട് ഇത് ജസ്റ്റ് ഇവിടെ വെച്ചാൽ മതി. സോ അതും താഴെ പോയില്ല, ഡ്രസ്സ് അനക്കിയാലോ എന്ത് ചെയ്താലും ഒന്നും പോയില്ല, നല്ല സ്ട്രോങ് ആണ്. ഇനി അതല്ല, നിങ്ങൾക്ക് മൈക്ക് കാണണ്ട, മൈക്ക് ഹിഡൻ ആക്കി വെച്ച് വീഡിയോ ചെയ്യാനാണെങ്കിൽ മാഗ്നറ്റ് പുറത്ത് വെക്കുക, എന്നിട്ട് മൈക്ക് ഡ്രസ്സിൻ്റെ ഉള്ളിലാക്കുക. സോ അപ്പോഴും നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ ട്രാൻസ്മിറ്ററിൽ മൈക്ക് വരുന്നത് ഈ മുകൾ ഭാഗത്താണ്. സോ ഇങ്ങനെയായിരിക്കും ബ്രാൻഡിങ് നോക്കി അറിയാം, ഡി ജി കറക്റ്റ് വിസിബിൾ ആവുന്ന പോലെ. സോ ഇവിടെ മേളിലാണ് മൈക്ക് വരുന്നത്. നോയിസ് ക്യാൻസലേഷൻ ഒക്കെ വളരെ നല്ലതാണെന്നാണ് ഞാൻ റിവ്യൂവിൽ കണ്ടത്. ഉറപ്പായിട്ടും ഞാൻ യൂസ് ചെയ്ത ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ ഉടനെ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അധികം ടെക്നിക്കലി ഞാൻ പോയില്ല, ബിക്കോസ് അതൊക്കെ പഠിച്ച് പ്രൊഫഷണലി നല്ലതുപോലെ വീഡിയോ ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ദേ ആർ ഡൂയിങ് എ വെരി ഗുഡ് വർക്ക്. സോ അത്രയൊന്നും ഇല്ലെങ്കിലും ഒരു എൻഡ് യൂസറിനെ സംബന്ധിച്ച് അവർക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെ ഈ മൈക്കും റിസീവറും ഒക്കെ യൂസ് ചെയ്യാം, അല്ലെ ഇതൊക്കെ യൂസ് ചെയ്ത് എങ്ങനെ നല്ലൊരു വ്ളോഗിങ് ചെയ്യാം. ഇപ്പം നിങ്ങൾ ഫോണിൽ റെക്കോർഡ് ചെയ്യാനുള്ളോ DSLR റെക്കോർഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരോ, സോ വയർലെസ് ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്തുകൊണ്ട് തന്നെ സംസാരിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിവൈസാണിത്. സോ ഞാൻ ഒന്നുകൂടെ പറയാം, ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ല. പെയ്ഡ് പ്രൊമോഷൻ തരാൻ എനിക്ക് എൻ്റെ യൂട്യൂബിൽ അത്രയും കണ്ടിട്ടൊന്നും ഇല്ല. സോ ഇത് ഡി ജിയുടെ ഞാൻ തന്നെ പൈസ കൊടുത്ത് മേടിച്ച് ഞാൻ തന്നെ യൂസ് ചെയ്ത് ചെയ്യാൻ പോകുന്ന ഒരു റിവ്യൂ ആണ്. സോ stay tuned for that video and I'll catch you in the next video.